കസബ പോലീസ് അറസ്റ്റ് ചെയ്ത റദുലും അക്ഷയും മദ്യപിച്ചായിരുന്നു സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറിയിരുന്നത്. 6 വകുപ്പുകൾ ചേർത്താണ് ഇരുവർക്കുമെതിരെ കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മർദ്ദനം, കയ്യേറ്റം ചെയ്യൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ പ്രധാന വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു. സ്കൂളിന് സമീപത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെന്നും മർദ്ദനമേറ്റ സ്കൂളിലെ ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇവർ രാവിലെ മുളിച്ചുണ്ട് പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ട് കുട്ടികൾക്ക് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. കുറെ 3-4 കുട്ടികളെ ഞങ്ങൾ നിരീക്ഷണത്തിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വൈകുന്നേരം വന്ന് കുറെ മദ്യവും ഡ്രഗ്സൊക്കെ അടിച്ച് ഫുൾ ഡൗൺ ആണ്. അവർ സെക്യൂരിറ്റി പറഞ്ഞ് കയറാൻ പറ്റില്ല, ഹോളിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാൻ നോക്കി. സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വന്നതിന് ശേഷം അപ്പോൾ ഹോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലാന്നപ്പോൾ ഇങ്ങനെ അടിച്ചു വിട്ടു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടിയെത്തുന്നത് പിടിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചറിഞ്ഞു. പ്രതികളുടെ പശ്ചാത്തലവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചെന്നും കസബ പോലീസ് പറഞ്ഞു. വാർഷികാഘോഷ പരിപാടി നടക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് 19 വയസ്സുള്ള റദുലും 23 വയസ്സുള്ള അക്ഷയും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. അപകടം മനസ്സിലാക്കിയ അധ്യാപകർ ഉടനെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ നിർദ്ദേശിച്ചെങ്കിലും കൂട്ടാക്കിയില്ല. ഇതോടെ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. പിന്നാലെ പോലീസ് എത്തിയപ്പോഴും ഇരുവരും അധ്യാപകർക്ക് നേരെ തെറിപ്രയോഗവും ഭീഷണിയും മുഴക്കി. സ്കൂളിലെ CCTV അടക്കം പോലീസ് പരിശോധിക്കും. പരാതിക്കാരായ 3 ജീവനക്കാരുടെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.